മഞ്ചേശ്വരത്ത് പ്രതികളെ തേടിയെത്തിയ പോലീസ് സംഘത്തെ അക്രമികൾ വളഞ്ഞു. കൂടുതൽ പോലീസ് എത്തിയതോടെ രക്ഷപ്പെടാൻ ശ്രമിച്ച രണ്ടുപേരെ പോലീസ് പിടികൂടി. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകളിലേക്ക്. KCB മാനേജ്മെന്റിന്റെ തൊഴിലാളി ദ്രോഹ നിലപാടുകൾക്കെതിരെ വൈദ്യുതി ജീവനക്കാരുടെ ധർണ. കാസർഗോഡ് ഇലക്ട്രിക്കൽ സർക്കിൾ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണയിൽ മാനേജ്മെന്റിനെതിരെ ജീവനക്കാരുടെ പ്രതിഷേധം. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മത്സ്യവിപണന കേന്ദ്രത്തിനായി കുടുംബശ്രീ സ്ഥാപിച്ച ഉപയോഗശൂന്യമായ ക്യാബിൻ അജ്ഞാതർ റോഡിലേക്ക് മറിച്ചിട്ടു. ഗതാഗത തടസ്സമുണ്ടായിട്ടും തിരിഞ്ഞു നോക്കാതെ അധികൃതർ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഹൊസ്ദുർഗ് താലൂക്ക് ഓഫീസ് കെട്ടിടം തകർച്ചയുടെ വക്കിൽ. ചരിത്ര സ്മാരകമാക്കുമെന്ന പ്രഖ്യാപനം കടലാസിൽ ഒതുങ്ങുന്നു. പടന്നക്കാട് നെഹ്റു കോളേജിൽ തെയ്യക്കോലങ്ങളുടെ ഫോട്ടോ പ്രദർശനം. NCC യൂണിറ്റിന്റെയും തെയ്യക്കാഴ്ചകൾ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിന്റെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി. സ്നേഹവിരുന്നൊരുക്കി കാസർഗോഡ് JCIയുടെ ഇഫ്താർ സംഗമം. പുതിയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. മഞ്ചേശ്വരത്ത് ബാറുടമയെ തോക്കുകാട്ടി ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച കേസിലെ പ്രതിയെ തേടിയെത്തിയ പോലീസ് സംഘത്തെ അക്രമികൾ വളഞ്ഞു. കൂടുതൽ പോലീസ് എത്തിയതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച സംഘത്തിലെ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കഴിഞ്ഞ ദിവസം രാത്രി കുരുടപ്പദവിലാണ് സംഭവം. തൊക്കോട്ടെ ബാറുടമയായ മുട്ടം സ്വദേശിയെ 4 മാസം മുൻപ് വീട്ടിലെത്തിയ സംഘം തോക്കുകാട്ടി ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചിരുന്നു. കേസിലെ പ്രതിയായ കുരുടപ്പദവിലെ യുവാവിനെ തേടി മഞ്ചേശ്വരം SI E അനൂപ് കുമാറും സംഘവും കാറിലെത്തിയതായിരുന്നു. പ്രതിയെ കണ്ടെത്താനാകാതെ മടങ്ങുന്നതിനിടയിലാണ് ഒമിനി വാനിലും കാറിലും ബൈക്കിലും പിന്തുടർന്ന സംഘം വളഞ്ഞത്. തുടർന്ന് അക്രമശ്രമവും ഉണ്ടായി. കൂടുതൽ പോലീസ് സംഘം എത്തിയതോടെ അക്രമി സംഘം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കവേ രണ്ടുപേരെ പോലീസ് പിടികൂടി. മറ്റുള്ളവർ രക്ഷപ്പെടുകയും ചെയ്തു. പിടിയിലായവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. KCB മാനേജ്മെന്റിന്റെ തൊഴിലാളി ദ്രോഹ നിലപാടുകൾക്കെതിരെ വൈദ്യുത ജീവനക്കാരുടെ ധർണ. കാസർഗോഡ് ഇലക്ട്രിക്കൽ സർക്കിൾ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ KPCC മെമ്പർ PA അഷ്റഫ് അലി ഉദ്ഘാടനം ചെയ്തു. KSBയിൽ തസ്തികകൾ വെട്ടിക്കുറക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, ഓൺലൈൻ ട്രാൻസ്ഫർ അട്ടിമറിക്കാനുള്ള നീക്കം അവസാനിപ്പിക്കുക, പുതിയ വർക്കർമാർക്ക് ഉടൻ നിയമനം നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUCയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ഇലക്ട്രിക്കൽ സർക്കിൾ ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. KPCC നിർവാഹക സമിതി അംഗം PA അഷ്റഫ് അലി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ഏറ്റവും അധികം ബന്ധപ്പെട്ട ഒരു സെക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ ഒരു സമരം നടത്തേണ്ടി വന്നത് ഖേദകരമാണെന്ന് പറയാൻ ആഗ്രഹിക്കുക. എല്ലാം ശരിപ്പെടുത്തുമ്പോൾ ഒരിക്കലും ഒരു സമരത്തിൻ്റെ ശബ്ദം പോലും ഒരു മുക്കിലും മൂലയിലും ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു, കഴിഞ്ഞ ഗവൺമെന്റ് കേരളത്തിലെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ഇലക്ട്രിസിറ്റി വകുപ്പിന്റെ മന്ത്രി ഷാരിയ മുഹമ്മദ് ഭരിക്കുമ്പോൾ അന്നത്തെ പ്രതിപക്ഷത്തിന്റെ സംഘടനകൾക്ക് പോലും. രാഘവൻ കുളങ്ങര അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ A ഷാഹുൽ ഹമീദ്, മഹേഷ് കരിമ്പിൽ, PV ചന്ദ്രശേഖരൻ, P ജയചന്ദ്രൻ, P മുഹമ്മദ് ഷെരീഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മത്സ്യവിപണന കേന്ദ്രത്തിനായി കുടുംബശ്രീ സ്ഥാപിച്ച ഉപയോഗശൂന്യമായ ക്യാബിൻ അജ്ഞാതർ റോഡിലേക്ക് മറിച്ചിട്ടു. കഴിഞ്ഞ ദിവസം രാത്രിയോടെയായിരുന്നു സംഭവം. ഗതാഗത തടസ്സം സൃഷ്ടിച്ച ക്യാബിൻ വൈകുന്നേരമായിട്ടും മാറ്റാൻ നഗരസഭാ അധികൃതർ തയ്യാറായില്ല. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മത്സ്യവിപണന കേന്ദ്രത്തിനായി കുടുംബശ്രീ സ്ഥാപിച്ച ക്യാബിനാണ് രാവിലെയോടെ റോഡിലേക്ക് മറിച്ചിട്ട നിലയിൽ കണ്ടത്. രാത്രിയിൽ അജ്ഞാതരാണ് ക്യാബിൻ മറിച്ചിട്ടതെന്ന് നാട്ടുകാർ പറയുന്നു. ക്യാബിൻ ആയുധം കൊണ്ട് മുറിച്ച നിലയിലാണ്. റോഡിലേക്ക് വീണതിനാൽ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ ഏറെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു. പ്രദേശത്തെ കോൺക്രീറ്റ് ചുമരും ഇടിഞ്ഞ് അപകടാവസ്ഥയിലാണ്. എന്നാൽ ഗതാഗത തടസ്സം സൃഷ്ടിച്ച ക്യാബിൻ നീക്കം ചെയ്യാൻ നഗരസഭാ അധികൃതർ വൈകുന്നേരമായിട്ടും സ്ഥലത്തെത്താത്തത് പ്രതിഷേധത്തിനിടയാക്കി. മത്സ്യവിപണന കേന്ദ്രമായി നടത്തിയിരുന്ന ക്യാബിൻ ഉപയോഗശൂന്യമായിട്ട് വർഷങ്ങളായി. തുരുമ്പരിച്ച നിലയിലുള്ള ക്യാബിൻ കാൽനടയാത്രക്കാർക്കും ഓട്ടോറിക്ഷകൾക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു. ന്യൂസ് ഡെസ്ക് KCN. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഹൊസ്ദുർഗ് താലൂക്ക് ഓഫീസ് കെട്ടിടം തകർച്ചയുടെ വക്കിൽ. ചരിത്ര സ്മാരകമാക്കുമെന്ന പ്രഖ്യാപനം കടലാസിൽ ഒതുങ്ങുന്നു.
ദേശീയ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഒട്ടേറെ ഐതിഹാസിക സമരമുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായ ഹൊസ്ദുർഗിലെ പഴയ താലൂക്ക് ഓഫീസ് കെട്ടിടം തകർച്ചയെ നേരിടുന്നു. ചരിത്ര സ്മാരകമാക്കുമെന്ന സർക്കാരിന്റെ പ്രഖ്യാപനം നിലനിൽക്കുമ്പോൾ തന്നെ അവഗണനയുടെ കയ്പുനീർ കുടിക്കുകയാണ് ഈ കെട്ടിടം. 100 വർഷത്തെ ചരിത്ര പാരമ്പര്യമുണ്ട് ഹൊസ്ദുർഗിലെ പഴയ താലൂക്ക് ഓഫീസ് കെട്ടിടത്തിന്. കെ മാധവനെ പോലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ സമരകേന്ദ്രമായി തെരഞ്ഞെടുത്ത കെട്ടിടമാണ് ഇപ്പോൾ തകർന്നു വീഴാറായി നിൽക്കുന്നത്. കെട്ടിടത്തിന്റെ കിഴക്കു പടിഞ്ഞാറെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു വീണു കഴിഞ്ഞു. 1915 താലൂക്ക് ഓഫീസ് കെട്ടിടം പണി കഴിപ്പിച്ചത്. 2014 ഡിസംബർ 29 മിനി സിവിൽ സ്റ്റേഷന്റെ ഉദ്ഘാടന വേളയിൽ പഴയ താലൂക്ക് ഓഫീസിനെ ചരിത്ര സ്മാരകമാക്കുമെന്നായിരുന്നു അന്നത്തെ റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് പ്രഖ്യാപിച്ചത്. ഈ ആവശ്യത്തിലേക്കായി 50 ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു. കെട്ടിട നിർമ്മാണത്തിനുള്ള ഫണ്ട് പൊതുമരാമത്ത് വകുപ്പിന് കൈമാറുകയും ചെയ്തു. ടെൻഡർ ക്ഷണിച്ചെങ്കിലും തുടർ നടപടി ഉണ്ടായില്ലെന്നാണ് ആക്ഷേപമുയരുന്നത്. കടുത്ത അവഗണനയാണ് ഈ കെട്ടിടത്തോട് കാണിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് DV ബാലകൃഷ്ണൻ പറഞ്ഞു. പഴയ താലൂക്ക് ഓഫീസ് സ്വാതന്ത്ര്യ സമര സ്മരണകളെ ഏവർക്കുന്ന ഒരു മ്യൂസിയമാക്കി മാറ്റും, പഴയ കെട്ടിടം പൊളിച്ചു നീക്കുന്ന പദ്ധതിയില്ല എന്ന് പ്രഖ്യാപിക്കുകയും അതിൻ്റെ സംരക്ഷണത്തിനാവശ്യമായി 50 ലക്ഷം രൂപ പ്രാഥമികമായി അനുവദിക്കുകയും ചെയ്തു. എന്നാൽ 2017 കാലവർഷം വന്നപ്പോൾ വീണ്ടും അതിൽ കൂടുതൽ ഭാഗങ്ങൾ ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരായി അടിയന്തരമായും ഈ സ്മാരകം സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നും സ്വാതന്ത്ര്യ സമരകാലത്തെ ഈ ചരിത്ര സ്മാരകത്തെ എന്നും വരും തലമുറയ്ക്ക് വേണ്ടി അതേപടി നിലനിർത്താൻ കഴിയണമെന്നും ആണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കാഞ്ഞങ്ങാടിന്റെയും ഒപ്പം ജില്ലയുടെയും ചരിത്രവും പൈതൃകവും അടയാളപ്പെടുത്തുന്ന ചരിത്ര സ്മാരകമാക്കുമെന്നായിരുന്നു അധികൃതർ അന്ന് പ്രഖ്യാപിച്ചിരുന്നത്. നാടിന്റെ ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായ ഈ കെട്ടിടത്തെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ സംരക്ഷിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ക്യാമറമാൻ ദിനേശിനോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. പടന്നക്കാട് നെഹ്റു കോളേജിൽ തെയ്യം ഫോട്ടോകളുടെ പ്രദർശനം. കോളേജിലെ NCC യൂണിറ്റാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. തെയ്യക്കാഴ്ചകൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. ജൂൺ 5 നീലേശ്വരം മന്നമ്പുറത്തുകാവ്, മാടായിക്കാവ്, വളപട്ടണം, കളരിവാതുക്കൽ ക്ഷേത്രം എന്നിവിടങ്ങളിലെ കലശ മഹോത്സവത്തോടെ തിരശ്ശീല വീണ കളിയാട്ടക്കാലം തുലാം 10 പുനരാരംഭിക്കുന്നതുവരെ തെയ്യക്കോലങ്ങളുടെ മാസ്മരികത വിദ്യാർത്ഥികളിലെത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് കലാലയങ്ങളിൽ തെയ്യക്കാഴ്ചകൾ പ്രദർശിപ്പിക്കാൻ വാട്സാപ്പ് ഗ്രൂപ്പ് മുന്നോട്ട് വന്നത്. തെയ്യം വിശ്വാസികളും ആസ്വാദകരും ഫോട്ടോഗ്രാഫർമാരും ഉത്തര കേരളത്തിലെ വിവിധ കാവുകളിലെ കളിയാട്ടക്കാലത്ത് പകർത്തിയ 350 വ്യത്യസ്ത തെയ്യങ്ങളുടെ ഫോട്ടോകളാണ് പ്രദർശനത്തിലുള്ളത്. പ്രദർശനത്തിന്റെ ഭാഗമായി അവശ തെയ്യം കലാകാരന്മാർക്കുള്ള സഹായനിധിയും വിദ്യാർത്ഥികളിൽ നിന്ന് സ്വരൂപിച്ചു. 200-ലധികം തെയ്യക്കാഴ്ചകൾ വാട്സാപ്പ് ഗ്രൂപ്പ് അംഗങ്ങളാണ് ഫോട്ടോയിൽ പകർത്തിയത്. തെയ്യങ്ങളുടെ തനിമ ചോരാതെ നടനവും മുഖത്തെഴുത്തിലെ വൈവിധ്യവും തിരുമുടിയിലെ അലങ്കാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒപ്പിയെടുത്ത പ്രദർശനം ഫോട്ടോകളുടെ മനോഹാരിത കൊണ്ട് ഹൃദ്യമായി. അസോസിയേറ്റ് NCC ഓഫീസർ ലഫ്റ്റനന്റ് നന്ദകുമാർ കോറോത്തിന്റെ അധ്യക്ഷതയിൽ പ്രിൻസിപ്പൽ ഡോക്ടർ PV പുഷ്പജ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. സീനിയർ അണ്ടർ ഓഫീസർ ആര്യ ഗോപിക സ്വാഗതവും ഋഷികേഷ് നന്ദിയും പറഞ്ഞു. ദേശീയോദ്ഗ്രഥന ബോധവൽക്കരണ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് നാടൻ കലാരൂപങ്ങളുടെ പ്രദർശനം NCCയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്നത്. സ്നേഹവിരുന്നൊരുക്കി കാസർഗോഡ് JCIയുടെ ഇഫ്താർ സംഗമം. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. സ്നേഹത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും സന്ദേശം വിളിച്ചോതുന്ന വേദിയായി സംഗമം മാറി. വിശുദ്ധ മാസത്തിന്റെ പവിത്രതയിൽ മനുഷ്യ മനസ്സിന്റെ സ്നേഹവും നിറഞ്ഞൊഴുകി. പരിപാടി LBS കോളേജിൽ മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ മുഹമ്മദ് നവാസ് ഉദ്ഘാടനം ചെയ്തു. ഒരു മതത്തിൽ വിശ്വസിക്കുന്ന അനുഷ്ഠാനങ്ങൾ കൃത്യമായി പാലിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്ന ആളെ സ്നേഹിക്കാൻ ഒരു തടസ്സവുമില്ല. ഇബ്രാഹിം വേങ്ങരയുടെ അനുഭവക്കുറിപ്പുകളിൽ ഒരു കൊച്ചു കഥയുണ്ട്. അദ്ദേഹം ഒരു പ്രശ്നത്തിൽപ്പെട്ട് ഒരു പോലീസ് ഓടിച്ചിട്ട ഒരു സമയത്ത് അപ്പോൾ അവിടെ പരിചയമുള്ള ഒരു വീട് കണ്ടത് പാർവമ്മയുടെ വീടാണ്. തൻ്റെ ചെറുപ്പത്തിലെയുള്ള പരിചയമുള്ള പാർവമ്മയുടെ വീട്. അപ്പോൾ അദ്ദേഹം ഓടി ആ വീട്ടിലേക്ക് കയറുകയും കാര്യം പറയുകയും ചെയ്തു. ഉടനെ പാർവമ്മ പറഞ്ഞു, കയറി തട്ടിമോളിൽ. എല്ലാ മതങ്ങളും നന്മയാണ് പഠിപ്പിക്കുന്നതെന്നും മതഗ്രന്ഥങ്ങൾ പഠിക്കാതെ പോകുന്നതാണ് സംഘർഷങ്ങൾക്ക് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ JCI പ്രസിഡന്റ് അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് സണ്ണി ജോസഫ്, മുജീബ് അഹമ്മദ്, അജിത് കുമാർ, ഇല്യാസ് മാസ്റ്റർ, ആഷിഫ് മാസ്റ്റർ, അബ്ദു എരുതുങ്കടവ്, നിഷാൽ റഹ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കുട്ടികൾ കഥാപാത്രങ്ങളായി എത്തുന്ന ഗോൾഡ് കോയിൻ ചലച്ചിത്രം ശ്രദ്ധ നേടുന്നു. ജീവിതഗന്ധിയായ ചലച്ചിത്രത്തെ പ്രേക്ഷകർ സ്വീകരിച്ചു കഴിഞ്ഞതായി അണിയറ പ്രവർത്തകർ. ഞാൻ ഹെഡ് മാസ്റ്റർ ആയിരിക്കുന്ന ഈ സ്കൂളിൽ ഒരു കളവ് സംഭവിക്കുക എന്ന് വെച്ചാൽ ചേട്ടനാ സ്ഥലം അറിയോ? എങ്ങനെ പോകും ഇവിടുന്ന്? ജെട്ടിക്കവലെന്ന് 6 മണിക്ക് ബസ് പിടിച്ച എറണാകുളം സ്റ്റാൻഡിൽ രാവിലെ 7:30
തികച്ചും കുട്ടികളുടെ ചിത്രമെന്ന് പറയാവുന്ന ഗോൾഡ് കോയിൻ തിയേറ്ററുകളിൽ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടുന്നു. ജീവിതത്തിന്റെ നേർക്കാഴ്ചകൾ സമ്മാനിക്കുന്ന ഈ ചലച്ചിത്രം പ്രമോദ് ഗോപാലാണ് സംവിധാനം ചെയ്തത്. പ്രമോദ് ഗോപാൽ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് ഗോൾഡ് കോയിൻ. നാടിന്റെ പച്ചപ്പും നിഷ്കളങ്കതയും സാധാരണ ജീവിതവുമെല്ലാം ഒപ്പിയെടുത്ത ചിത്രത്തിന് പ്രേക്ഷകരിൽ നിന്ന് നല്ല പ്രതികരണം ലഭിക്കുന്നതായി സിനിമയുടെ നിർമ്മാതാവ് ഡോക്ടർ വിമൽ രാമേന്ദ്രൻ പറഞ്ഞു. രണ്ട് കുട്ടികൾ അവരുടെ ചെറിയ തെറ്റിൽ നിന്നുള്ള ഒരു യാത്ര, ആ യാത്രയിൽ നിന്ന് അവർ ഉൾക്കൊള്ളുന്ന ഒരു വലിയ സന്ദേശം, അത് എങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് ഈ ഒരു ചിത്രത്തിലൂടെ ഞങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഔസേപ്പച്ചൻ സാറാണ് ഇതിൻ്റെ സംഗീതം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രമോദ് ഗോപാൽ സാറാണ് ഇതിൻ്റെ ഡയറക്ടർ. പുള്ളി 10-14 വർഷമായിട്ട് ഫീൽഡിലുള്ള ഒരാളാണ്. അദ്ദേഹം ഒരുപാട് പടത്തിൽ സംവിധാന സഹായിയായും അസോസിയേറ്റ് ഡയറക്ടറായും ഒക്കെ വർക്ക് ചെയ്തതിന് ശേഷം സ്വന്തമായി ചെയ്യുന്ന ആദ്യത്തെ പ്രോജക്റ്റാണ് ഈ ചിത്രം. ചെറിയ ചെറിയ തെറ്റുകളിലൂടെ രണ്ട് കുട്ടികൾ നടത്തുന്ന യാത്രയും ഒടുവിൽ സത്യത്തിന്റെ ഭാഗമായി മാറുന്നതുമായ സംഭവങ്ങളാണ് സിനിമയുടെ ഇതിവൃത്തം. ചേർത്തല, കുമരകം, കോട്ടയം, എറണാകുളം എന്നിവിടങ്ങളിലായാണ് സിനിമ ചിത്രീകരിച്ചത്. വിദ്യാഭ്യാസ വായ്പയെടുത്ത് കടക്കെണിയിലായ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സംഗമം കാഞ്ഞങ്ങാട്ട് നടന്നു. SFIയും DYFIയും സംയുക്തമായാണ് സംഗമം ഒരുക്കിയത്. വിദ്യാഭ്യാസ വായ്പയുടെ തിരിച്ചടവിന്റെ പുതിയ പദ്ധതികൾ വിദ്യാർത്ഥികളിലേക്കും രക്ഷിതാക്കളിലേക്കും എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് സംഗമം വിളിച്ചു ചേർത്തത്. 900 കോടി രൂപയുടെ പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ ഇത്തവണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സംഗമം മുൻ MLA KV കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. വലിയ ബാങ്കുകളിൽ നിന്ന് ആയിരക്കണക്കിന് കോടി രൂപ വായ്പ എടുത്തിട്ട് മുങ്ങിയിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് ഒരു നടപടിയും സ്വീകരിക്കുന്ന നിലപാട് കേന്ദ്ര ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുമില്ല, ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നില്ല. കേന്ദ്ര ബജറ്റ് വരുമ്പോൾ പലപ്പോഴും ഈ പറയുന്ന വൻതൂക്കുകൾക്ക് വലിയ നിലയിൽ രാജ്യത്തിൻ്റെ സമ്പത്ത് കവർന്നു കൊണ്ടുപോകുന്ന ആളുകൾക്ക് അനർഹമായ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് അവരുടെ വായ്പ എഴുതിത്തള്ളാൻ ആവശ്യമായുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ ഒരു മടിയും ഗവൺമെൻറ് കാണിക്കാറുണ്ട്. ഇപ്പം രാജ്യത്തിനകത്ത് കർഷകരുടെ വലിയ സമരം നടക്കുക, ആത്മഹത്യ ചെയ്യുന്ന കർഷകരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണ്. ഇന്നത്തെ പത്രത്തിലും ഒരു കർഷകന്റെ ആത്മഹത്യാ വാർത്ത വന്നിട്ടുണ്ട്. DYFI ജില്ലാ സെക്രട്ടറി K മണികണ്ഠൻ അധ്യക്ഷനായി. വായ്പാ തിരിച്ചടവ് പദ്ധതികളെക്കുറിച്ച് ബഫി ജില്ലാ സെക്രട്ടറി കുഞ്ഞിരാമൻ നായർ വിശദീകരിച്ചു. DYFI ജില്ലാ പ്രസിഡന്റ് ശിവജി വെള്ളിക്കോത്ത്, K സബീഷ്, K മഹേഷ്, ഹമീബ് റഹ്മാൻ, KV നിതിൻ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായി സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും FSETOയുടെ നേതൃത്വത്തിൽ ജനപക്ഷ സംഗമം സംഘടിപ്പിച്ചു. വിദ്യാനഗർ BC റോഡ് ജംഗ്ഷനിൽ നടന്ന സംഗമം KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK ബീന ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ ജനപക്ഷ നിലപാടുകളെ പിന്തുണയ്ക്കുക, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, മതനിരപേക്ഷ മൂല്യങ്ങൾ സംരക്ഷിക്കുക തുടങ്ങി മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും FSETOയുടെ നേതൃത്വത്തിൽ വിദ്യാനഗറിൽ നടത്തിയ ജനപക്ഷ സംഗമം KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK ബീന ഉദ്ഘാടനം ചെയ്തു. തങ്ങൾക്ക് അവകാശപ്പെട്ടതെല്ലാം നിഷേധിക്കപ്പെടുമ്പോൾ, ഇന്നലെ വരെ ഉണ്ടായിരുന്ന എല്ലാ നന്മകളുടെയും ചിറകരിഞ്ഞ് മാറ്റപ്പെടുമ്പോൾ, ഇന്നലെ വരെ ജീവിച്ചതുപോലെ ഈ അഭിമാനകരമായ കേരളത്തിലും ജീവിക്കാൻ സാധിക്കില്ല എന്ന് വന്ന അവസ്ഥയുണ്ടായപ്പോഴാണ് കേരളത്തിലെ ജനങ്ങളുടെ ഉള്ളിലേക്ക് ആശ്വാസമന്ത്രം പോലുള്ള ഒരു വാചകം കടന്നു വന്നിട്ടുള്ളത്. LDF വരും, എല്ലാം ശരിയാകും. ആ മന്ത്രം എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ നെഞ്ചേറ്റിയിട്ടുള്ള മന്ത്രമാണ്. തങ്ങൾക്ക് ഈ ഗവൺമെന്റിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ദ്രോഹകരമായിട്ടുള്ള നടപടികളിൽ നിന്നും രക്ഷ നേടാനിതാ ഇവിടെ ഇടതുപക്ഷം ശക്തിപ്പെട്ടു വരികണം. ചടങ്ങിൽ S അജയ്കുമാർ, K രാഘവൻ, S പ്രഭാകരൻ, V ചന്ദ്രൻ, AK സദാനന്ദ, M ചന്ദ്രശേഖരൻ, K സതീശൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നീലേശ്വരം തൈക്കടപ്പുറത്ത് ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് നീലേശ്വരം നഗരസഭയുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ്. ജില്ലാ ഫിഷറീസ് വകുപ്പും നീലേശ്വരം നഗരസഭ ആരോഗ്യ വകുപ്പും സംയുക്തമായാണ് തീരദേശ മത്സ്യത്തൊഴിലാളികൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. തൈക്കടപ്പുറം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ക്യാമ്പ് നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. വിസിറ്റ് നടത്തിയ ഡേറ്റ് എഴുതിയിട്ട് പോകും. അതിനെക്കുറിച്ച് അന്നത്തെ സാധാരണക്കാരായ ഗ്രാമീണ ജനത പറയുന്നറിയാം. ആ ഹെൽത്ത് വിസിറ്റേഴ്സിന് എന്താ പറയാമെന്ന് അറിയുന്നത്, ചുമരിനി പനിയുണ്ടോ നോക്കുന്ന ആൾ വന്നെന്നാ പറയാം. ചുമരിനി പനിയുണ്ടോ നോക്കുന്ന ആൾ വന്നെന്നാ പറയാം. അതൊരു പണ്ടത്തെ ഒരു ഗ്രാമീണ ജീവിതത്തിലൊരു ചെറിയൊരു തമാശയാണെങ്കിൽ പോലും നമ്മുടെ ആരോഗ്യ വകുപ്പ് ഇങ്ങനെ കൃത്യമായി കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണ് കേരളം പൊതുജന ആരോഗ്യ രംഗത്ത് മികച്ച സംസ്ഥാനമായി മാറിയത്. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനവും ആ പ്രവർത്തനങ്ങളോട് നമ്മുടെ സാധാരണക്കാരായ ഇടത്തരക്കാരായ എല്ലാ ആളുകളും നന്നായി
സഹകരിക്കുകയും ചെയ്തതുകൊണ്ടാണ്. കൗൺസിലർ വി കെ റഷീദ അധ്യക്ഷയായി. തോട്ടത്തിൽ കുഞ്ഞിക്കണ്ണൻ, കെ പ്രകാശൻ, ടി പി ബീന, എൻ പി ആയിഷ ബി, എം ലത, കെ സുമതി, ഡോക്ടർ പി എസ് ശാരദ എന്നിവർ സംസാരിച്ചു. പി സതീശൻ സ്വാഗതവും ഡോക്ടർ ജോസ് ബാബു നന്ദിയും പറഞ്ഞു. ശിശുരോഗം, ജനറൽ മെഡിസിൻ, ചർമ്മം, സർജറി, ഗൈനക്കോളജി വിഭാഗങ്ങളിൽ ഡോക്ടർമാർ ക്യാമ്പിലെത്തിയവരെ പരിശോധിച്ചു. ചെത്ത് തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചെത്ത് വ്യവസായ തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ നീലേശ്വരം എക്സൈസ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ചെത്ത് തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കുക, തൊഴിലാളികളുടെ പെൻഷൻ തുക വർദ്ധിപ്പിക്കുക, കള്ള് വ്യവസായ വികസന ബോർഡ് പ്രവർത്തനം ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. കള്ളുചെത്ത് വ്യവസായ തൊഴിലാളി യൂണിയൻ CITU നീലേശ്വരം റേഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എക്സൈസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. അവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന മാർച്ചും ധർണയും CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. മദ്യനയം തീരുമാനിച്ച് ആ വിവരം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയ മുഖ്യമന്ത്രി അർത്ഥശങ്കക്കിടയില്ലാത്ത നിലയിൽ നയത്തിന്റെ കാതലായിട്ടുള്ള ഭാഗം വിശദീകരിച്ചിട്ടുണ്ട്. മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് ഗവൺമെന്റിന്റെ നയത്തിന്റെ അടിസ്ഥാനം എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. യൂണിയൻ പ്രസിഡന്റ് കെ കുമാരൻ അധ്യക്ഷനായി. പി അമ്പാടി, എ രമേശൻ, ജോസ് പതാലിൽ എന്നിവർ സംസാരിച്ചു. മുഖ്യമന്ത്രിയിൽ കാണുന്നത് ഏകാധിപതിയുടെ മുഖമെന്ന് DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ. സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ UDFന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭം തുടങ്ങി. LDF ഭരണം ഒരു വർഷം പിന്നിടുമ്പോൾ ചരിത്രം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയുടെ മുഖമാണ് മുഖ്യമന്ത്രിയിൽ കാണുന്നതെന്ന് DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ പറഞ്ഞു. മദ്യനയത്തിനെതിരെ UDF കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ സംസ്ഥാനത്ത് ഒരുപക്ഷെ ഏറ്റവും ചെറിയ തോതിലെങ്കിലും ഒരു പ്രതീക്ഷ നൽകിക്കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ പരസ്യം നൽകിക്കൊണ്ട് സർക്കാർ മുമ്പോട്ട് പോയതാണ് കേരളത്തിലെ 13,000-ഓളം വരുന്ന പൊതുവിദ്യാലയങ്ങളിൽ പൊതുവിദ്യാഭ്യാസ യജ്ഞം നടപ്പിലാക്കി മുമ്പോട്ട് പോകും എന്നതാണ്. ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ കണ്ടു. ഒരുപാട് രക്ഷിതാക്കളുടെ പ്രതീക്ഷയോടുകൂടി പൊതുവിദ്യാലയങ്ങളിലേക്ക്, സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് നമ്മുടെ മക്കളെ അയക്കുവാൻ വേണ്ടി മുമ്പോട്ട് വന്നു. ഇവരെയും അതിന്റെ ഉദ്ദേശിച്ച ഫലം എന്ന് പറയുന്നത് ഒരുപക്ഷെ പത്രപരസ്യത്തിന്റെ അപ്പുറത്തെത്താത്ത ഒരു തലത്തിലേക്ക് അതിന്റെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. കഴിഞ്ഞ 4 വർഷക്കാലം ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഓരോ MLA-മാർക്കും കഴിഞ്ഞ 4 വർഷക്കാലം കൊടുത്ത ആസ്തി വികസന ഫണ്ട് 5 കോടി രൂപയായിരുന്നു. 4 വർഷക്കാലം കൊണ്ട് 20 കോടി രൂപ നമ്മുടെ നാട്ടുപുറത്ത് ബളാൽ പഞ്ചായത്ത് ഉൾപ്പെടെ ഒരുപക്ഷെ വികസനം ഏറ്റവും വലിയ തോതിലെത്താത്ത ചെറിയ ഗ്രാമങ്ങളിൽ പോലും ഒരു വർഷം കൊണ്ട് തന്നെ സർക്കാർ ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടതായി ഹക്കീം കുന്നിൽ ആരോപിച്ചു. AV രാമകൃഷ്ണൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് MC ജോസ്, P മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, NA ഖാലിദ്, ഹരീഷ് P നായർ, DV ബാലകൃഷ്ണൻ, ബഷീർ പള്ളിക്കോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. KSEB മാനേജ്മെന്റിന്റെ തൊഴിലാളി ദ്രോഹ നിലപാടുകൾക്കെതിരെ വൈദ്യുതി ജീവനക്കാരുടെ ധർണ. കാസർഗോഡ് ഇലക്ട്രിക്കൽ സർക്കിൾ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണയിൽ മാനേജ്മെന്റിനെതിരെ ജീവനക്കാരുടെ പ്രതിഷേധം. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മത്സ്യവിപണന കേന്ദ്രത്തിനായി കുടുംബശ്രീ സ്ഥാപിച്ച ഉപയോഗശൂന്യമായ ക്യാബിൻ അജ്ഞാതർ റോഡിലേക്ക് മറിച്ചിട്ടു. ഗതാഗത തടസ്സമുണ്ടായിട്ടും തിരിഞ്ഞു നോക്കാതെ അധികൃതർ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഹൊസ്തൂർ താലൂക്ക് ഓഫീസ് കെട്ടിടം തകർച്ചയുടെ വക്കിൽ. ചരിത്ര സ്മാരകമാക്കുമെന്ന പ്രഖ്യാപനം കടലാസിൽ ഒതുങ്ങുന്നു. പടന്നക്കാട് നെഹ്റു കോളേജിൽ തെയ്യക്കോലങ്ങളുടെ ഫോട്ടോ പ്രദർശനം. NCC യൂണിറ്റിന്റെയും തെയ്യക്കാഴ്ചകൾ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിന്റെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി. സ്നേഹവിരുന്നൊരുക്കി കാസർഗോഡ് JCIയുടെ ഇഫ്താർ സംഗമം. പുതിയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.